റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. പൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഉമ്മ തന്റെ മകനുമായി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ കുഞ്ഞിനെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല, പൊക്കോ പറഞ്ഞുള്ളൂ. ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? എന്നാ പിന്നെ അന്നേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? ഇതിനാ ഒരാഴ്ച എടുത്ത് അന്നേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു നബിയെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഉമ്മാ, മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, അതുകൊണ്ട് ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ, നീ പള്ളിയിൽ പോയി നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത നിന്റെ മോൻ നിന്നോട് ചോദിക്കും, വാപ്പ എന്നെ കൂടെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകും. നീ വിളിക്കണ്ട ഒരിക്കൽ പോലും. നിന്റെ മക്കള് നിന്നോട് ചോദിക്കും, വാപ്പ ഇന്ന് പള്ളിയിൽ പോണില്ലേ, ഞാനും കൂടെ വരട്ടെ, എന്നെ കൂടെ കൊണ്ടുപോകോ? അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മ 5 നേരം നിസ്കരിക്കുന്ന മോള ഉമ്മയാണെങ്കിൽ ഖുർആൻ ഓതുന്നത് കണ്ടു വളർന്ന മനുഷ്യന്മാരെ, വെള്ളിയാഴ്ച രാവിൽ നീ നിന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് യാസീൻ ഓതണം. കുടുംബസമേതം ഒരുമിച്ചിരുന്ന് യാസീൻ ഓതിയിട്ട് നീ ദുആ ചെയ്യണം. നിന്റെ ഭാര്യയും മക്കളും പുറകിലിരുന്നിട്ട് അല്ലാ നീ പറയണം, പടച്ചോനെ എന്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ. ഭാര്യ പുറകിലിരുന്ന് ആമീൻ, എന്റെ മക്കളെ നീ നന്നാക്കി തരണേ അല്ല, എന്നെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ല, എന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ല. മക്കളിങ്ങനെ പുറകിരുന്ന് ആമീൻ. ഇങ്ങനെ നീ ദുആ ചെയ്താൽ നിന്റെ ഭാര്യയെ വഴിപഴപ്പിക്കാൻ ഒരുത്തം വന്ന അവൻ പെണ്ണ് ചിന്തിക്കും, പടച്ചോനെ എന്റെ ഭർത്താവ് എല്ലാ വെള്ളിയാഴ്ച രാവിലും പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന മനുഷ്യനാ, ആ മനുഷ്യനെ വഞ്ചിച്ച അല്ല എന്നെ ഒരു കാലത്തും വിടൂല, പോടാന്ന് പറയും. നിന്റെ മക്കൾ ഏതെങ്കിലും തെറ്റ് ചെയ്യാൻ പോയാ അവൻ ഓർമ്മ വരും വാപ്പാന്റെ ദുആ. അവൻ ചിന്തിക്കും, അല്ലാഹുവേ എന്റെ വാപ്പ എങ്ങാനും ഞാനിത് ചെയ്തെന്നറിഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോകുമല്ലോ. നമ്മുടെ മക്കള് തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു വരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയും ഉമ്മയായിട്ട് അങ്ങോട്ട് മാറണം. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, വാപ്പ നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ നന്നായില്ലെങ്കിൽ എല്ലാം പോയി. പെണ്ണുങ്ങൾ നന്നായില്ലെങ്കിൽ സർവ്വതും പോയി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ശൈഖുൽ അംബിയ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാ നൂഹ് നബി. പക്ഷെ ഭാര്യ തലതിരിഞ്ഞു പോയപ്പോ മോനും തലതിരിഞ്ഞു. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാ നൂഹ് നബി. നൂഹ് നബിയുടെ പൊന്നുമോന്റെ അവസ്ഥ എന്തേ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. തന്റെ ഭാര്യ മോശക്കാരിയായിരുന്നു. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടുപേരും നല്ലവരായാൽ മാത്രമേ കുടുംബം നല്ല നിലയിലാകൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 12 കാര്യത്തിൽ 5-ാമത്തെ കാര്യം ഭാര്യയുടെ രഹസ്യം ആരോടും പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഭർത്താവിന്റെ 5-ാമത്തെ കടമ എന്തെന്നറിയുമോ? നിന്റെ ഭാര്യയുടെ രഹസ്യം ആരോടും പറയല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന. 3 വിഭാഗം ആൾക്കാർ സ്വർഗ്ഗത്തിൽ കടക്കൂല. ഒരു കാലത്തും 3 വിഭാഗം സ്വർഗ്ഗത്തിൽ കടക്കൂല. നാളെ അവനെ പരലോകത്ത് കൊണ്ടുവരുന്നത് മുഖം കുത്തിയവനായ രീതിയിലാ. അവന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. പടച്ചവനെ, നാളെ പരലോകത്തിലെ ഏറ്റവും ശർറായവനവരാ. 3 വിഭാഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ ഈ വൃത്തികെട്ട 3 വിഭാഗം? ആരാണ് നബിയേ? 1-ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഭാര്യയുടെ മണിയര രഹസ്യം അതാ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ചെറുപ്പക്കാരാ, നീ സ്വർഗത്തിൽ കടക്കില്ലടാ. ആര് കടന്നാലും നീ സ്വർഗത്തിൽ കടക്കൂല. കാരണം നിന്റെ കാമുകയോട് നിന്റെ ഭാര്യയുടെ പോരായ്മകൾ പറഞ്ഞു കൊടുത്തവരാ. നിന്റെ ഭാര്യ വിശ്വാസത്തോട് നിന്റെ മുന്നിൽ ചെയ്തത് മുഴുവനും മറ്റുള്ളവളോട് പറഞ്ഞവളാട്. കൂട്ടുകാരോട് കിടപ്പറ രഹസ്യങ്ങൾ
പങ്കുവെക്കുന്ന കൂട്ടുകാരാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലടാ. നീ നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാ. അള്ളാന്റെ റസൂലാ പറഞ്ഞത്, അള്ളാന്റെ റസൂലാ പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അതും ഒരു ഭർത്താവാ, അതും ഒരു ഭർത്താവാ. ഒന്നാമത്തെ ഭർത്താവ് ഭാര്യയുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവനാണ്. രണ്ടാമത്തെ ഭർത്താവ് ആരെന്നറിയോ? തന്റെ ഭാര്യ വ്യഭിചരിക്കുന്നവളാണെന്നറിയാ, തന്റെ ഭാര്യക്ക് മറ്റൊരുത്തനുമായി ബന്ധമുണ്ടെന്നറിയാ, കാമുകനുണ്ടെന്നറിയാ. എന്നിട്ടും അല്ലാഹ് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവേ, നീ സ്വർഗത്തിൽ കടക്കൂലടാ പൊന്നുമോര്. അവളും അവളുടെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാകരുത്. നടപടി സ്വീകരിക്കണം ചെറുപ്പക്കാരാ, അവൾക്ക് തിരുത്തി കൊടുക്കണം ചെറുപ്പക്കാരാ. മൂന്നാമത്തെ വിഭാഗമാരാ? അതും ഒരു ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ഭർത്താവെന്നറിയുവോ? സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിച്ചോ, ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ, ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്നാമത്തെ ഭർത്താവാരാ? ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവാ, ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവാ. ഭാര്യ പറയുന്നതേ അനുസരിക്കൂ. പെറ്റതള്ളയെ കൊണ്ട് വലിച്ചെറിയാൻ പറഞ്ഞ ഒരു മടിയുമില്ലാതെ വലിച്ചെറിയാൻ അവൻ തയ്യാറാവുകയാ. തന്റെ ഭാര്യ എന്തു പറയുന്നു ഒരടിമയെ പോലെ അനുസരിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഉമ്മാനെ എനിക്ക് നോക്കാൻ വയ്യ, അവരുടെ മൂത്രവും കാഷ്ടവും കോരാനിരിക്കു വയ്യ. ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളാൻ പറയുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയ കൊണ്ട് വലിച്ചെറിയുന്ന മുസ്ലിമേ, ഉമ്മാനെ തല്ലുന്ന മുസ്ലിമേ, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മുസ്ലിമേ, നിന്റെ പ്രിയപ്പെട്ടവളല്ലാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ ഉമ്മ കിടപ്പറയിൽ കിടന്നിട്ട് പാവപ്പെട്ട പ്രായം ചെന്ന രോഗം പിടിച്ച വൃദ്ധയായ നിന്റെ ഉമ്മ എങ്ങാടം വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്നൊന്ന് മലമൂത്ര വിസർജനം നടത്തിയ നിന്റെ ഭാര്യയും എനിക്ക് അവള് പറയും എനിക്ക് നോക്കാവയ്യ, എവിടെങ്കിലും കൊണ്ടുപോയി തള്ളയെ കളയാൻ പറയുമ്പോ അല്ലാ, പെറ്റ തള്ളയെ ചീത്ത വിളിക്കുന്ന മക്കളെ, പെറ്റ തള്ളയെ വഴക്ക് പറയുന്ന മക്കളെ, എടാ നിന്റെ ഉമ്മ മൂത്രമൊടിച്ചത് മെത്തയിലാടാ കട്ടിലാടാ, അത് കഴുകിയാ വൃത്തിയാകുമല്ലോ. അതാ നിന്റെ വീടിന്റെ അകത്ത് നിന്റെ ഉമ്മ അറിയാതെയൊന്ന് കാർക്കിച്ച് തുപ്പിയാ, നിന്റെ വീടിന്റെ അകത്ത് തുപ്പിയാ നിനക്ക് സഹിക്കൂലല്ലോ. ആ പാവം തള്ളയെ ഭീഷണിപ്പെടുത്തുന്ന മക്കള്, നീ എന്തേ ചിന്തിക്കാത്തത്? നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചത്? നീ എവിടെ കിടന്നാ കാശിച്ചതെന്നറിയുവോ? നിന്റെ ഉമ്മാന്റെ മടിത്തട്ടിൽ എത്രയോ പ്രാവശ്യം നീ മൂത്രമൊഴിച്ചിട്ടുണ്ട്, ഉമ്മാന്റെ ശരീരത്തെ എത്രയോ പ്രാവശ്യം നീ കാശിച്ചിട്ടുണ്ട്. നിന്റെ ഉമ്മ നിന്റെ വീടിന്റെ അകത്ത് തുപ്പിയപ്പോ നിനക്ക് സഹിക്കുന്നില്ല എങ്കിൽ നീ നിന്റെ ഉമ്മാന്റെ മുഖത്തുകൂടെ ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മുഖത്ത് ഛർദിച്ചെന്ന് പറഞ്ഞ് ഉമ്മ വലിച്ചെറിയൂല. മോനെ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച തള്ളയെ, ഒരു സൗന്ദര്യമുള്ള പണക്കാരന്റെ മകളെ നിനക്ക് കിട്ടിയപ്പോ പെറ്റ തള്ളയെ അവള് പറയുന്നത് കേട്ടിട്ട് പുറത്താക്കല്ലേ ചെറുപ്പക്കാരാ. മോനെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. ആ പുറക്കാട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, നീ ആദ്യം സ്നേഹിക്കേണ്ടത് നിന്റെ ഭർത്താവിനെയല്ല, നിന്റെ ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കപ്പെണ്ട്. നീ ആദ്യം സ്നേഹിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ ഉമ്മാനെയാ. കാരണം എന്തെന്നറിയുമോ? നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണം.
നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണം. നിന്റെ ഭർത്താവിന് സ്വർഗത്തില് പോകണമെങ്കിൽ ആ സ്വർഗം കിടക്കുന്നത് നിന്റെ ഭർത്താവിന്റെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഭാര്യമാര് പറയുന്നത് കേൾക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ പെണ്ണുങ്ങളുടെയും ഒന്നാമത്തെ പരാതി എന്തെന്നറിയുവോ? ഞാൻ പറയുന്നത് കേൾക്കാൻ എന്റെ ഭർത്താവ് തയ്യാറാകുന്നില്ല. നീ കേൾക്കണമടാ ചെറുപ്പക്കാരാ, ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നിന്റെ ഭാര്യ പറയുന്നത് മുഴുവനും നീ കേൾക്കണം. അല്ലാഹു നിനക്ക് രണ്ട് ചെവി തന്നത് എന്തിനെന്നറിയുവോ? കേൾക്കാനാണെങ്കിൽ ഒരു ചെവി മതിയായിരുന്നല്ലോ, എന്തിനാണ് രണ്ട് തന്നതെന്നറിയുവോ? ഒരു ചെവിയിലൂടെ കേട്ടിട്ട് ആവശ്യമുള്ളത് മാത്രം നീ താഴേക്ക് ഇറക്കണം, വേണ്ടാത്തത് അടുത്ത ചെവിയിലൂടെ കളയാരാ ചെറുപ്പക്കാരാ. കാരണം നിന്റെ ഭാര്യയുടെ വേദന മുഴുവനും അവൾക്ക് നിന്നോടേ പറയാൻ കഴിയൂ. അതുകൊണ്ട് പറയുന്നത് മുഴുവനും സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം. അത് കഴിഞ്ഞ് നിന്റെ ഉമ്മയ്ക്കും പറയാൻ ഒരുപാടുണ്ട്. ഉമ്മാനെ നിനക്ക് വെറുപ്പിക്കാൻ കഴിയില്ലല്ലോ. ഉമ്മ പറയുന്നതും ഇരുന്ന് കേൾക്കണം. നിന്റെ ഭാര്യയെ കുറിച്ച് ആവശ്യമില്ലാത്തതും പറഞ്ഞു തന്നാ പടച്ചവനെ, നീ അതാ സത്യം മനസ്സിലാക്കിയിട്ട് ആ പറയുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പരലോകത്തിലെ വൃത്തികെട്ടവന് അതാ സ്വർഗത്തിൽ കിടക്കാത്ത മൂന്നാമത്തെ ഭർത്താവ് അതാ പെൺകോന്തനായി ജീവിക്കുന്ന ഭർത്താവാ. അതുകൊണ്ട് പിരിയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് ഒരു ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞിട്ട് പിരിയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഏത് ഭർത്താവെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും കൂടെ ദാമ്പത്യ ജീവിതം നയിച്ചത് 25 കൊല്ലമായിരുന്നു. 25 വർഷമാണ് അല്ലാഹുവിന്റെ റസൂലും തന്റെ ഭാര്യയും ഒരുമിച്ച് ജീവിച്ചത്. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിനാല് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്തിനാണ് അല്ലാഹു കൊടുക്കുന്നതെന്നറിയുവോ? 25 കൊല്ലം തന്റെ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുക്കുന്ന പ്രതിഫലവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവിനും നല്ലതുപോലെ പഠിക്കാനുള്ള ചരിത്രമാണ്. അല്ലാഹുവേ, ഖദീജ ബീവിക്ക് 65 വയസ്സായി, പടുവൃദ്ധയായി, കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ചിട്ട് ഖദീജ ബീവി കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. എന്തേ ഖദീജ, എന്തേ ഖദീജ, യാ റസൂലല്ലാഹ്, എന്ത് പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച്, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അവസാനം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, എനിക്ക് പോകാ സമയമായി നബിയേ. 25 കൊല്ലം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയില് എപ്പോഴെങ്കിലും ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്.
ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാ. ഓരോ രാത്രിയും ചോദിക്കണം പെങ്ങള്, ഓരോ രാത്രിയും ചോദിക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ണിതാ നിറഞ്ഞിട്ട് താടി രൂപത്തിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. പ്രവാചകന് കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ ഇരുന്ന് കരയുകയാ. എന്താണ് നബിയേ, എന്തിനാ കരയുന്നത്? ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നിന്നെ കുറിച്ച് പറയാ ഒരു ന്യൂനതയുമില്ല ഖദീജ. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ കുറിച്ച് പറയാനൊരു ന്യൂനതയില്ലായിരുന്നു. നിങ്ങളെ ജീവിതം അങ്ങനെയാകണം പൊന്നുമോളെ, ജീവിതം അങ്ങനെയാകണം പൊന്നുമോളെ. റസൂലുള്ള പറയുന്നു, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുകയാണോ ഖദീജ? അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാ. 65 വയസ്സുള്ള ഭാര്യ തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അതാ ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ നബിയേ? എനിക്ക് 3 ആഗ്രഹം കൂടെയുണ്ട്, ഒന്ന് സാധിച്ചു തരുവോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ഖദീജ, എന്താണ് നിന്റെ ആഗ്രഹം? എന്താ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ് നബിയേ. രണ്ടാമതായി പറയുകയാ, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ് നബിയേ. എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും എപ്പോഴും പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഈ പുതപ്പ് കൊണ്ട് വേണം എന്റെ ജനാസ പൊതിയാ. എന്റെ കഫം തുണിക്കകത്ത് ഈ പുതപ്പ് വെക്കണം നബിയേ. ഒരു ഭർത്താവിനോട് കരഞ്ഞുകൊണ്ട് അവസാനം യാത്ര പറയുന്ന സമയത്തൊരു ഭാര്യ പറയുകയാ, എന്റെ മയ്യത്ത് പച്ച മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാണ് യാ റസൂലല്ലാഹ്. ഭാര്യ 3 വസിയത്താണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അവിടുന്ന് ലോകത്തോട് യാത്ര പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. ലോകത്തേതു ഭാര്യയ്ക്കായി ഭാഗ്യം കിട്ടുക, ആർക്കാ ധൈര്യമുണ്ടാവുക? അല്ലാഹുവിന്റെ റസൂല് തന്റെ ഖദീജാന്റെ മയ്യത്ത് കുളിപ്പിച്ച പെങ്ങള് കഫം പൊതിയാ സമയമായപ്പോ പുതപ്പെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് ചുംബിക്കുകയോ. പുതപ്പെടുത്ത് ചുംബിച്ചിട്ട് ആ പുതപ്പാണ് ഖദീജാന്റെ കഫൻ തുണിക്കകത്ത് വെച്ചത്. 3 ആറടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ തന്റെ 25 കൊല്ലം താങ്ങും തണലുമായി നിന്ന ഖദീജ, ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാ. എന്നിട്ട് റസൂലുള്ള കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് ലോകത്തിന്റെ നേതാവെന്ന ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണുനീരൊഴുകുകയാ. പെങ്ങളെ കൊതിക്കണം പൊന്നുമോളെ, ഇതുപോലെ ഒരു ജീവിതം നിനക്ക് കിട്ടാൻ, ഒരു ജീവിതം നിനക്ക് കിട്ടാ.
പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് നിന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് നിന്റെ ഭർത്താവ് കരയണമെന്നെ കൊണ്ട് കഴിയൂല. എന്റെ പ്രിയപ്പെട്ടവളുടെ നെഞ്ചിന്റെ മുകളിൽ ഒരു പിടി മണ്ണ് വാരിയറിയാ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നിന്റെ ജീവിതം നീ മാറ്റിയെടുക്കണം പെങ്ങള്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഈ വയസ്സാങ്കാലത്ത് ഇനി തമ്മിലടിച്ച് തീർക്കല്ലേ, ശത്രുക്കളെ പോലെ കടന്ന് പോരാടല്ലേ, വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും ഒന്ന് സ്നേഹിക്കൂ വാപ്പാ. സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം ഈ പറഞ്ഞ രീതിയിൽ നിനക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പോകാ പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ കടന്ന് സുഖിക്കാൻ കഴിയുമെന്ന് ഖുർആനാ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ മക്ക ഇല്ലാ ബിറഹ്മത്തില്ലാ, അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ ആ മണ്ണിൽ കാലുകുത്താൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ കരുണ കിട്ടിയാലേ അവിടെ പോകാൻ പറ്റൂ. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ പോകണമെങ്കിൽ ആദ്യം വേണ്ടത് പൈസ ഒന്നുമല്ല, നല്ല ഒരു നിയത്തും നല്ല ഒരു ആഗ്രഹവുമാണ്. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറ, ഹജ്ജിന് പോണോന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. ഇപ്പം പൊങ്ങി, ഞാനേ ഉള്ളു പൊക്കാൻ അല്ലേ. അള്ളാഹു നമുക്കൊക്കെ അവിടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരാം. പോകോ? പൈസ ചെലവില്ലാതെ ഹജ്ജിന് പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. പോകോ? പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പിണങ്ങി നിൽക്കണവരെ നിൽക്കണേ. ഹജ്ജിന് പോകാനുള്ള ഒരു വഴി, പൈസ ഒന്നും മുടക്കാതെ ഹജ്ജ് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. പോകോ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ദിക്ർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞാൽ മതി? ഒരു ചെറിയ ദിക്ർ. ഈ കൊച്ചു മക്കൾക്ക് വരെ അറിയാം, ഈ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു ദിക്ർ ഒറ്റ പ്രാവശ്യം കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞൂടെ? എന്തപ്പാ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. പറഞ്ഞൂടെ? പറയാന്ന് നിയത്ത് ചെയ്യുന്നവര് കൈവക്ക്. ഇന്ന് മുതൽ ഹജ്ജിന് പോകാൻ അൽഹംദുലില്ലാഹ്. ഞാൻ ഈ ദിക്ർ പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. ഐഷാ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ദിക്റ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മുതൽ തുടങ്ങല്ലേ? ഉറപ്പായിട്ടും ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞ അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവന്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. പോട്ടെ, ശൈത്താൻ ഇറങ്ങി പോട്ടെ. ഒന്നുകൂടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് ദിക്റാ? ഈ തസ്ബീഹ് നിസ്കാരത്തിൽ പറയുന്ന ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാലോ. ഇന്ന് മുതൽ പറഞ്ഞു. ഇന്ന് മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം. ഒന്ന്, ഒളുവെടുക്കണം. 2, ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം കിട്ടണേ എന്ന നിയ്യത്തോടുകൂടി പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞ അവിടെ വെച്ച് കാണാം ഇൻഷാ അല്ലാഹ്. ഒരു വലിയ പെരുന്നാളിന് അവിടെ കൂടാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ? വേണമെങ്കിൽ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തും ഹദീസുകളൊക്കെ പറയാൻ പേടിയാ. കാരണം ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ അന്നും ഇന്നും അങ്ങനെ തന്നെ പേടിയാ. അതുകൊണ്ട് ഉസ്താദന്മാരുടെ മുന്നിലിരുന്ന് വഅദ് പറയാനാ, മറ്റുള്ളവരുടെ മുന്നിലിരുന്ന് പറയാൻ ധൈര്യ. അപ്പൊ ഞാനൊരു മുത്തഅല്ലിമാണ്. വയസ്സ് കുറെ ഉണ്ടെങ്കിലും 32 വയസ്സുണ്ട്. പക്ഷെ പക്വത ഇത്തിരി കുറവാ. അതെന്തെന്നറിയില്ല സംസാരിക്കുമ്പോ. പിന്നെ ഈ വഅദെന്നല്ലേ, അതിങ്ങനെ മൈക്ക് കിട്ടുമ്പോ ജിന്നു കൂടണ പോലെ ഇങ്ങനെ പറയണതാ. എന്തെങ്കിലൊക്കെ ചിലപ്പം നിങ്ങൾ പ്രായം കൂടിയവരുണ്ട്, അറിവുള്ളവരുണ്ട്, സംസാരത്തില് എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നു പോകാം. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ പൊരുത്തം ചോദിക്കുന്നു. പൊരുത്തപ്പെട്ടു തരുക. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇവിടെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നില്ല? ഇവിടെ ഉണ്ടായിരുന്നു.
ഇവിടെ വെള്ളപ്പൊക്കമില്ല, ഇവിടെ ഉള്ളവരാണ് രക്ഷപ്പെടുത്താനൊക്കെ പോയെന്ന് പറയുന്നിട്ട് കടപ്പുറത്തുകാരില്ലേ. എന്നിട്ട് ഇപ്പൊ ആലപ്പുഴയിൽ നിന്നിട്ട് ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്ക് വരണമെങ്കിൽ ഇങ്ങനെ കറങ്ങി വരേണ്ട ഒരവസ്ഥ. വെള്ളം മൊത്തം, റോഡൊന്നും വരാൻ കഴിയുന്നില്ല. ഇങ്ങനെ കറങ്ങി വരുന്ന വഴികളിലൊക്കെ ഇപ്പോഴും വെള്ളം. അല്ലാഹു ഇങ്ങനെ വീടിന്റെ മതില്, വീടൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾ കാണിക്കുക. വല്ലാത്ത വെള്ളപ്പൊക്കം. ഇന്ന് ഞാൻ പള്ളിയിൽ നിന്ന് പഠിച്ചവനെ, ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം ഏകദേശം 300 പേരടങ്ങുന്ന ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയ പാവങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരു കിറ്റും കൊടുത്തിട്ട് വലിയ അൽഹംദുലില്ലാ വളരെ റാഹത്തായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിക്കുന്നു. പക്ഷെ നമ്മൾ എത്ര കൊണ്ടാലും എത്രയൊക്കെ വന്നാലും നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ മറന്നു കളയ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുരന്തം അത് വല്ലാത്ത ദുരന്തമായിരുന്നു. എത്രയോ പേര് മരണപ്പെട്ടു പോയി, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഈ ദുരിതം അല്ലാഹുവേ പടച്ചവനെ, എത്രയോ പേര് കണ്ണീരിലായി പോയി, വേദനയിലായി പോയി. പക്ഷെ ഈ ദുരന്തം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വെറുതെയൊന്നുമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ. ആ മഴ അദാബായിട്ട് മാറിയപ്പോ അള്ളാഹു നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നന്നായിക്കോടാ എന്ന് പഠിക്കാൻ വേണ്ടി ചില ഗുണപാഠങ്ങൾ തരും. അതിനുവേണ്ടി അള്ളാഹു നൽകിയതാണ് ഈ അദാബ്. ഈ അദാബിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ദുരന്തം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളിൽപ്പെട്ട ഒരു പാഠമാണ് ദുആഇന്റെ മഹത്വം. ഏറ്റവും വലിയ ആയുധം ദുആയ. എല്ലാ ശക്തിയെക്കാളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ ആയുധം ദുആയാണെന്ന് നമുക്ക് ഈ ദുരന്തം നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ദുആയ്ക്ക് വല്ലാത്ത മഹത്വമുണ്ട്, വല്ലാത്ത പ്രാധാന്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിന്റെ പല ജില്ലകളും വെള്ളത്തിൽ മുങ്ങിയിട്ട് പടച്ചവനെ, ഇനി ഒരു ദിവസം കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ വാട്സപ്പിലൊക്കെ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലെ മൊബൈലുകളിലും എല്ലാ പള്ളികളിലും എല്ലാ ഉസ്താദന്മാരോടും എല്ലാരും വിളിച്ചു പറയുക, ഉസ്താദെ ഒന്ന് ദുആ ചെയ്യ്, ഉസ്താദെ മഴ ഒന്ന് നിൽക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിവസം മനസ്സറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ളവർ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്തപ്പോ പെയ്തുകൊണ്ട് നിന്ന മഴ അള്ളാഹു നിർത്തി തന്നു. ഒറ്റ ദുആ ചെയ്തുള്ളൂ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദാബാക്കി തന്നിരുന്ന മഴ അല്ലാഹു അത് മാറ്റി തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പഠിക്കണം. അപ്പം ദുആഇന്റെ ഒരു പവർ നമ്മൾ പഠിക്കണം. നമുക്ക് പഠിപ്പിച്ചു തന്നത് ദുആഇന്റെ ഒരു പവർ. ഈ ചരിത്രം, ഈ സംഭവം നമുക്കൊരു ഗുണപാഠമായത് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുരന്തം നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ ഒരു പാഠമുണ്ട്. എന്താ രണ്ടാമത്തെ പാഠം? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതാണ് വർഗീയത വല്ലാതെ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, സാഹചര്യമായിരുന്നു, മാസങ്ങളായിരുന്നു നമുക്ക് മുന്നിൽ കഴിഞ്ഞുപോയത്. പക്ഷേ ഈ ദുരന്തത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സൗഹാർദ്ദം നമുക്ക് തിരിച്ചു കിട്ടി. ഇന്ന് പെരുന്നാള് നിസ്കരിച്ചത് അമ്പലങ്ങളിൽ, മദ്രസകൾ, അല്ലാഹുവിന്റെ പള്ളിയും മദ്രസകളൊക്കെ ഇന്ന് അമുസ്ലിമീങ്ങൾക്ക് താമസിക്കുവാനുള്ള ക്യാമ്പുകളായി മാറി. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരു പായിൽ കിടന്നുറങ്ങി സന്തോഷത്തോടെ. അൽഹംദുലില്ലാ, പെരുന്നാളിന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇജാബ പള്ളിയിൽ കയറി. അവിടെ നിന്ന് പറഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും ക്യാമ്പിൽ നിന്ന് മടങ്ങി പോകുമ്പോ വിഷമത്തോടു കൂടിയാ പോയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പഴയ സൗഹാർദ്ദം നമുക്ക് തിരിച്ചു കിട്ടി. അള്ളാഹു അത് മരിക്കുന്ന കാലം വരെ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. മൂന്നാമതായി നമ്മൾ പഠിച്ചത്, കുടുംബക്കാരെ കാണാൻ പോകാൻ ആർക്ക് സമയമില്ല. സഹോദരനെ കാണാൻ പോകാൻ, അല്ലെങ്കിൽ ഉമ്മയുടെ കുടുംബക്കാർ, വാപ്പയുടെ കുടുംബക്കാർ എല്ലാവരും തിരക്ക, ആർക്കും പോയി നോക്കാൻ സമയമില്ല. ഒരു മനുഷ്യനെ കുടുംബക്കാരെ പോയി നോക്കാനുള്ള സമയമില്ലായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുരന്തമുണ്ടായപ്പോ ആ കുടുംബക്കാരുടെ വീട്ടിലാണ് നമ്മൾ പലരും പോയി കിടന്നത്.
അവരുടെ വീടാണ് നമ്മുടെ അഭയാർത്ഥി. നമ്മുടെ അവിടെയാ പോയി ക്യാമ്പായിട്ട് കിടന്നത്. കുടുംബ ബന്ധങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 4 അയൽവാസികളെ ശത്രുക്കളെ പോലെ കണ്ടവരാ നമ്മൾ പലരും. എന്റെ പ്രിയമുള്ള സഹോദര, ഒരു മരത്തിന്റെ ഒരു ശിഖരം അയൽവാസികളുടെ വീട്ടിലേക്കൊന്ന് നീങ്ങി നിന്ന അതും വെട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ പോയി കേസ് കൊടുക്കണവരാ നമ്മളൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ പോലെ പോരാടിയവരായിരുന്നു പലരും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ വെള്ളം കയറി അവരാദ്യം നമ്മുടെ വീട്ടിലേക്ക് ഓടി വന്ന് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അയൽവാസ ബന്ധത്തിന്റെ മഹത്വം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും വളർന്നു മാതാപിതാക്കളെ നോക്കാൻ ആർക്കും സമയമില്ല. മകന് ജോലി, ഭാര്യയ്ക്ക് ജോലി, പടച്ചവന് രാവിലെ 2 പേരും ജോലിക്ക് പോകുന്നു. ഉമ്മാനെ നോക്കാൻ മക്കൾക്ക് സമയമില്ല, വാപ്പാനെ നോക്കാൻ സമയമില്ല. അവസാനം കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കിയിട്ട് എല്ലാവരും ഫ്ളാറ്റിന്റെ ജീവിതം തേടിയിട്ട് പോയി. മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയിട്ട് പലരും അവരുടെ ജീവിതം തേടി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ അദാബാക്കി ഇറക്കിയപ്പോ വാപ്പായും ഉമ്മായും വൃദ്ധസദനത്തിലാണ് കടന്നതെങ്കിൽ ഉമ്മാനെയും ഉപ്പാനെയും വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടവനെ അല്ലാഹു സ്കൂളിന്റെ വരാന്തയിൽ ഉടുതുണിയോടെ കൊണ്ടുവന്ന് നിർത്തി കാണിച്ചു കൊടുത്തു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അതൊക്കെ ഒരു പാഠമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയ മക്കൾ അവസാനം സ്കൂളിന്റെ വരാന്തകളിൽ വന്ന് കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മറ്റൊരു ഗുണപാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കൊക്കെ ജീവിക്കാൻ പഠിച്ചു, നമ്മളൊക്കെ ജീവിക്കാൻ പഠിച്ചു. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഡബിൾ കോട്ട് കട്ടിലിൽ മെത്തയുടെ മുകളിൽ മാത്രമേ കിടന്നുറങ്ങത്തുള്ളൂ. ഇപ്പൊ കടന്നത് എവിടെ? ഉള്ള മുണ്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങി. ഉടുത്തിയിരുന്ന മുണ്ട് പെണ്ണുങ്ങളൊക്കെ ശരീരത്തിട്ടിരുന്ന ഷാൾ എടുത്തിട്ട് തറയിൽ വിരിച്ച് കിടക്കാൻ പഠിച്ചു. AC ഇല്ലാതെ ഉറങ്ങൂല, ലൈറ്റ് ഇല്ലാതെ ഉറങ്ങൂല. കരണ്ട് പൊക്കഴിഞ്ഞാ പിന്നെ ഇൻവെർട്ടർ, ജനറേറ്റർ ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമാകുമ്പോ ഭക്ഷണം കഴിക്കണം. മന്തി ബിരിയാണി കിട്ടുന്ന ഹോട്ടലിലേ പോകത്തുള്ളൂ, അറേബ്യൻ ഫുഡ് കഴിക്കുന്ന ഹോട്ടലുകളിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്കൂളിന്റെ മുന്നിൽ ഓരോ വണ്ടിയും വരുമ്പോ കാത്തിരിക്കുന്ന നോക്കുമ്പോ അശ്വനെ ഭക്ഷണം വല്ലതും കൊണ്ടുവരുന്നുണ്ടോ അല്ലാഹുവേ അല്ലേ? സ്കൂളിന്റെ വരാന്തയിൽ ഓരോ വണ്ടി വരുമ്പോഴും അതിനകത്ത് നിന്ന് ഭക്ഷണം ഇറക്കുന്നതും കാത്ത് പാവങ്ങൾ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിക്കാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. അത് മറക്കാതെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടി നമുക്ക് എല്ലാവർക്കും മരണം എത്തിയെന്ന് മനസ്സിലാക്കി ഒരുങ്ങിയിരുന്നിട്ട് പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെ പോണം? മരണം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുങ്ങിയിരുന്നോണം, എന്നിട്ട് വേണം പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ അറിയാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ പറ്റുമോ? പറ്റൂല. ആര് പറഞ്ഞു? നിങ്ങൾക്കൊക്കെ പള്ളിക്കുഴിയെ പോകാൻ സമയമായോ എന്ന് അറിയാൻ പറ്റുമോ? അടയാളം ഉണ്ടോ? ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. മരണം അടുത്തോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ? ധൈര്യം ഉണ്ടോ? ഉള്ള സമാധാനം പോയി കിട്ടും. വേണോന്നുള്ളവരുന്ന് കൈവയ്ക്കുക. എങ്കിൽ നാളെ രാവിലെ ആലപ്പുഴയിൽ പോയി അല്ലെ അമ്പലപ്പുഴയിൽ പോയി നിന്റെ പുതിയ ഉള്ള തുണി നീ തന്നെ വാങ്ങിക്കും. അടയാളമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ചിരി എപ്പോഴും വേണം. ചിരിയല്ല, നിന്നെ പൊതിയാനുള്ള കഫൻ തുണി ഹലാലായ പൈസ കൊണ്ട് നീ വാങ്ങണം. കടം വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിക്കോ. ആരോടെങ്കിലും പൊരുത്തം ചോദിക്കാൻ, യാത്ര പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. പറ്റുമെങ്കിൽ അവിടുത്തെ പള്ളിയിൽ പോയിട്ട് നിനക്കടക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി ഒരു കവർ വെട്ടിയിടുകയോ സ്ഥലം പറഞ്ഞു വെച്ചുകയോ ചെയ്തോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? തലയിലും താടിയിലും നല്ലതുപോലെ നോക്കിക്കോ. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രസിഡന്റ് ഇപ്പം തന്നെ തീരുമാനമായി. കാരണം ഇനി വെളുക്കാവൊന്നുമില്ല. എന്താ ഒന്നാമത്തെ അടയാളം? പറ മനുഷ്യന്മാരെ, മുടി നരയ്ക്ക. ഇനി നരയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നല്ലതുപോലെ നോക്കിക്കോ. താടിയിൽ നീ വെട്ടിയാലും വടിച്ചാലും കിളവനായി, എന്നാലും ക്ലീൻ ഷേവാ. ഭാര്യ പറയും മൈലാഞ്ചി തേച്ചോളാന് അല്ലേ, അവക്ക് വേറെ പണിയൊന്നുമില്ല തേച്ചോളാൻ. ഉമ്മമാരൊക്കെ ഇന്ന് പോയിട്ട് നിന്റെ തലയിൽ നോക്കിക്കോ. ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നിന്നെ പൊതിയാവുള്ള തുണി നീ വാങ്ങി വെച്ചോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
ഏകദേശം തീരുമാനമായി. ഇനി ബാക്കി രണ്ടും കൂടെ പറയണോ? ഇനിയിപ്പൊ വേണ്ട. ചിലര് ചിരിക്കുന്നു മുടി നരച്ചില്ല എന്ന്. 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് അവസാന പോക്കിന്റെ അടയാളവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രഷർ ഇല്ലേ? ഷുഗർ? അളിയ കൊളസ്ട്രോൾ ഉണ്ടോടാ? ഉണ്ട്. നല്ലതാണോടാ ചീത്തയാണോടാ? അങ്ങനെ എത്തി. നല്ലതും ചീത്തയായി. ഇന്ന് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനം പോലെ ആൾക്കാർ കാണാം. അതൊന്നും ഇല്ല എങ്കിൽ എന്തുവാടെ മനുഷ്യൻ പോടെ, അതൊക്കെ വേണം എന്നാ പറയുന്നത്. എന്നാ മനസ്സിലാക്കാതെ നിന്റെ യാത്രയുടെ അടയാളവാ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. 3ാമത്തെ അടയാളം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴയ ആരോഗ്യമുണ്ടോ? ആ പഴയ ആരോഗ്യം ഉണ്ടാ? ഓടാനും ചാടാനൊക്കെ പറ്റുന്നുണ്ടാ? കസേരയിൽ ഉസ്താദെ കുനിയാൻ വയ്യ, വേദന, നടുവേദന, ഡിസ്ക് വേദന, അല്ലേ, നട്ടല് വേദന. പഴയ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു. തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി, കുനിഞ്ഞു തുടങ്ങി. ഇതിലൂടെ നെഞ്ചു വിരിച്ച് നടന്നവന്മാരൊക്കെ വളഞ്ഞു തുടങ്ങി. അത് നിന്റെ യാത്രയുടെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഏകദേശം എല്ലാവർക്കും തീരുമാനമായി. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനിയിപ്പൊ അടയാളം വന്നില്ല എന്ന് പറഞ്ഞ് ആരും ചിരിക്കൊന്നും വേണ്ട കേട്ടോ. കുട്ടികളൊക്കെ നിന്ന് ചിരിക്കുന്നു. ഉസ്താദേ, ഈ പറഞ്ഞ 3 അടയാളം എടാ ഇത് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലടാ. അതാ മറ്റൊരു മസല. ഇത് വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ബൈക്ക് കൊടുത്തിട്ട് പോയതാ. ഇപ്പൊ പള്ളിക്കാട്ടി കിടപ്പുണ്ട് പലരും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അപ്പൊ ഒരുങ്ങിയിരിക്കുക, യാത്രയൊക്കെ പറയുക. അതുകൊണ്ടാ പറഞ്ഞത്, ഓരോ രാത്രിയും കിടക്കുമ്പോ ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണം, ഭർത്താവ് ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. കാരണം നേരം വെളുത്തില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാനങ്ങനെ എപ്പോഴും കിടക്കുമ്പോ ഇബാദത്തുകളൊക്കെ വളരെ കുറവാണ്. കാരണം ഈ വണ്ടി യാത്രയാണല്ലോ, എപ്പോഴും കസറും ജമ്മം കസറാ. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കണ സമയത്ത് ഒരു ദിക്ർ പറയും. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു ദിക്ർ പറഞ്ഞാൽ ആ ദിക്ർ പറയുന്ന ദിവസം അവൻ മരിച്ച സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പെട്ടെന്ന് രാത്രിയൊക്കെ കിടക്കണ സമയത്ത് ഓർമ്മയോടുകൂടി ഒരു ദിക്ർ പറയും. എന്താ? ആ ദിക്ർ പറയണം ദിവസം മരിച്ച സ്വർഗമുണ്ട്. ഇപ്പൊ ഫ്ലൈറ്റിൽ കയറുമ്പോ ഞാൻ ആ ദിക്ർ പറഞ്ഞിട്ടാ കയറണേ. കാരണം എന്താ? അവിടെ വെച്ച് പിന്നെ എന്തെങ്കിലും പോയില്ലേ? ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് ആ ദിക്റും പറഞ്ഞിട്ടാ കയറണം. ശാത്ത് കഴിയുമ്പോൾ പറഞ്ഞത് കാരണം കിട്ടിയാ കിട്ടി, പോയാ പോയി, അതാണ് അവസ്ഥ. അപ്പൊ ഒരു ദിക്റുണ്ട്, ആ ദിക്ർ പറയുന്ന ദിവസം മരിച്ച സ്വർഗവാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാം കൂടെ പഠിച്ച് കളയുന്നതിനേക്കാളും നല്ലത് പഠിച്ചത് ചെയ്യണത്. ദിക്ർ വേണോ? എന്തിനാ കളയാനാ? അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ഈ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞിട്ട് ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദൻബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു ഉസ്താദന്മാർക്കൊക്കെ അറിയുന്ന ഒരു ദിക്റാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞു മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മരിച്ച സ്വർഗം.